ഏത് പ്രതികൂല കാലാവസ്ഥയിലും മുതലപ്പുഴയിലെ കേരള സൈന്യത്തിന് രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് തെളിയിച്ചു. കൊച്ചിയിൽ കപ്പൽ മുങ്ങി തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കെട്ടിവരിച്ച് പോർട്ടിലെത്തിച്ചത് അതിസാഹസികമായി. സമയം വൈകിട്ട് 4 മണി. കൊല്ലം പോർട്ടിൽ നിന്ന് ഫിഷിംഗ് ബോട്ടിൽ രക്ഷകൻ ടീം രാക്ഷസ തിരമാലകളെ കടന്ന് ഒഴുകി വന്ന കണ്ടെയ്നർ വടത്താൽ പിടിച്ചുകെട്ടി. രക്ഷകൻ ടീമിലെ മത്സ്യത്തൊഴിലാളികളിൽ 3 പേർ ബോട്ടിൽ നിന്ന് കണ്ടെയ്നറിലേക്ക് എടുത്തു ചാടി. ഇതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. പക്ഷെ പേടിച്ചില്ല. ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കി 1.5 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് കണ്ടെയ്നർ കൊല്ലം പോർട്ടിൽ കെട്ടിവലിച്ച് എത്തിച്ചു. ഈ രംഗത്ത് മുൻ അനുഭവമില്ലാത്ത രക്ഷകർക്ക് പക്ഷെ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്താൻ നല്ല മനസ്സുണ്ട്. ആദ്യമായിട്ടല്ലേ ഈ കണ്ടെയ്നറൊക്കെ ഇങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത്? അതെ, ആദ്യമായിട്ട് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരു വശമില്ലായിരുന്നല്ലോ, പക്ഷെ എന്നിട്ട് നിങ്ങൾ അതന്നെ ന്യൂസിലൊക്കെ കാണിച്ചല്ലോ, പൊട്ടിത്തെറിക്ക് ആരും പോയി പിടിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നില്ല, വീട്ടിലെ ഫാമിലിയും ഭാര്യയും മക്കളൊക്കെ വഴക്ക് പറയുന്നു പോണ്ടാന്ന്. പിന്നെ ഈ പയ്യന്മാർ നമ്മളവിടെ അതിജീവിച്ച് വരുമെന്ന് പറഞ്ഞ് അത്രയും സ്ട്രോങ് ആയ ആൾക്കാരായതുകൊണ്ടാണ് ഇവരെയും കൊണ്ട് ഞങ്ങൾ ഉടനെ പുറപ്പെട്ടത്. ജീവിക്കണം, ഈ പണിയെ അറിയൂ, അത് ഇനിയും ചെയ്യുമെന്ന് രക്ഷകൻ ടീമിലെ മറ്റൊരു മത്സ്യത്തൊഴിലാളി പറഞ്ഞു. എല്ലാ കണ്ടെയ്നർ താഴ്ന്ന് പൊങ്ങി വന്ന് നമ്മൾ അടിച്ചടിക്കുന്നത്, അങ്ങനെ ചെന്ന് കയറാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ചുണ്ട് പൊട്ടി. അപ്പോൾ പിന്നെ ആ ഒരു ഇതും കൂടി കണ്ടപ്പോൾ ഇട്ടിട്ട് പോകാമെന്ന് സഹിതം തോന്നിയതാണ്. പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിയതാണ്, കടലിൽ ചാടിയതാണ്. ഏതായിരുന്നാലും എപ്പോഴായിരുന്നാലും കൊണ്ടല്ലേ വരാവും. അത് ഏത് കടലിനെ അതിജീവിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തായിരുന്നാലും നമുക്ക് ജീവിച്ചേ, നമ്മളെ ഉപജീവനം കടലാണ്. ഇവരെ എങ്ങനെയാണ് കേരളത്തിന്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വിളിക്കാതിരിക്കാൻ കഴിയുക? ഇവർ മുമ്പും നമ്മുടെ ഈ ഓഖി ദുരന്തമാണെങ്കിലും ശരി, അതിനുശേഷമുള്ള പ്രളയങ്ങളായ ശൈലി, ആ സമയത്തെല്ലാം മനുഷ്യജീവനെ രക്ഷപ്പെടുത്തിയവരാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.